അതാ എനിക്ക് തോന്നുന്നത്. പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ തെറ്റൊന്നും ചെയ്യാത്തടത്തോളം കാലം പരാതി കൊടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ, അല്ലേ? അപ്പോ എന്ത് ചെയ്യാം, വിളിച്ചാലോ? ഞാൻ പോളിടാം, നിങ്ങൾ പറ. എനിക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ബാക്കി നോ. പോളിടാം. നോ ആണെങ്കിൽ നമുക്ക് മൊത്തം നോ. വിളിക്കണ്ടല്ലേ, വെറുതെ ഒരു സീനാവും. ഷോള് നല്ലൊരു ഇതാന്നടാ. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു പെണ്ണ് നല്ല ഇതിൽ അങ്ങനെല്ലാം ചാറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഉണ്ട്. പറ. നോക്കാം. യെസ്, 54-55% നാറികളെ. അവന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എന്റെ വീഡിയോയുടെ അടിയിൽ എന്തിനെ കൊണ്ടുവന്ന് എഴുതി വെച്ചങ്ങോട്ട് ചറ്റ. നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി. 51. എടാ ഞാൻ 53% ആൾക്കാർക്ക് എന്താ ഞാൻ ഇത് നിങ്ങളെ മനസ്സറിയാൻ വേണ്ടി ചെയ്തതാട്ടാ. ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ നോക്കണേ. ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളെ മനസ്സറിയാൻ വേണ്ടി നോക്കിയതാ. എന്നെ പോക്സോ കേസിൽ ആർക്കെല്ലാം അകത്തിടാനുള്ള ആഗ്രഹം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നോക്കിയ പരിപാടിയാണിത്. എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ഞാൻ ജയിലിൽ പോകാനും എന്താ പറയുക പോക്സോ കേസിൽ അകത്തായി 5 വർഷം ശിക്ഷ അനുഭവിക്കാനും വേണ്ടി മാത്രം ശ്രമിക്കുന്ന ടീംസാണ്. ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല, ഞാൻ വിളിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ എന്ത് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 45% ആൾക്കാർ നല്ല ആൾക്കാരായിട്ടാ. അവർ വേണ്ടാന്നുള്ളതാണ് പറഞ്ഞത്, ജയിലിൽ പോണ്ടെന്നുള്ള ഇതില്. കുറച്ച് ബാക്കി 55% ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുണിയില്ലാണ്ട് തുള്ളണം. നമ്മൾ തുണിയില്ലാണ്ട് തുള്ളണം. ഞാനിങ്ങനെ കേസിപ്പെടണം, കുണ്ടിയിൽ മുളക് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, എൻ്റെ കണ്ണിന്ന് വെള്ളം വരണം. എന്താ പറയുക, ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ നമ്മൾ ടോർച്ചർ ചെയ്യപ്പെടുക. ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ഈ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ വരുന്നത്. ഈ 55% ആൾക്കാർ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ എന്താ പറയാ മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം ഫുള്ള് ഇതായിട്ട് എന്തെല്ലോ ആയി, എന്താ പറയാ മുളകും ഇതെല്ലാം തേച്ച് ഇങ്ങനെ തുള്ളി കണ്ണിന്ന് വെള്ളം വന്ന് എൻ്റെ പണ്ടാരടങ്ങി ഞാൻ നാരായണക്കല്ലെടുക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഈ 55% ആൾക്കാർ വന്നത്. ഇവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ കുറിച്ച് ഞാൻ കാര്യം പറയട്ടെ. ഒരു റോഡിൽ ആക്സിഡന്റ് ആയാൽ പോലും ഇവർ അത് കണ്ടു നിൽക്കുകയും ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരൊന്നും ഈ 55%. നമുക്ക് അങ്ങനെ തോന്നുന്നത് ഇവർക്ക് എന്റർടൈൻമെന്റ് ആണ് പ്രധാനം. ഇവർക്ക് വേറെ എന്ത് ഇതായാലും ഇപ്പൊ കേസായാലോ ഇതായാലോ ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. നാറികളെ കൊള്ളാടാ, കൊള്ളാം. നിന്റെ എല്ലാം ഐഡിയാസ് കൊള്ളാട്ടാ. ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചാടാ നീ ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചാ? ഞാൻ അത്രക്ക് ബുദ്ധിയില്ലാത്ത വിചാരിച്ചാ? തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി ഫോർ എവരിത്തിങ്.